ആത്മീയത്തെ കെടുത്തുന്നു, ഭൗതിക നന്മകളെ കെടുത്തുന്നു, അത്ഭുതങ്ങൾ കിട്ടാതിരിക്കുന്നതിനെ കെടുത്തുന്നു. അപ്പം മറ്റുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അപ്പം ഇങ്ങനത്തെ എല്ലാത്തിൻ്റെ ഓരോ കാരണങ്ങളാണ് ഈ പിശാച് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അത് ചിലർക്ക് തോന്നത്തില്ല, ചിലർക്ക് ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കും അനുഭവപ്പെടുന്നത്. ദുഷ്ട സ്വപ്നങ്ങൾ കണ്ട് ചാടി എഴുന്നേൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ദുഷ്ട സ്വപ്നങ്ങൾ കണ്ട് ചാടി എഴുന്നേൽക്കുന്നവരാരെങ്കിലും ഉണ്ട്? പേടിക്കുന്ന സ്വപ്നം. യെസ്, ഇന്നത്തോടുകൂടി അതെല്ലാം തകരും കേട്ടോ. ഓക്കെ, ഇന്നത്തോടുകൂടി ഈ കെട്ടുകളെല്ലാം പൊട്ടും. ഓക്കെ, അതിന് സപ്രസിങ് സ്പിരിറ്റാണ്. സപ്രസിങ്, നിങ്ങളെ സപ്രസ് ചെയ്യും. ഓക്കെ, ഒരു നൈറ്റ് മെയർ ഒന്ന് സപ്രസ് ചെയ്യാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ മുഴുവൻ തടയും, ബ്ലോക്കാക്കുന്നു. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളെയും ബ്ലോക്കാക്കുന്ന ഒരു പിശാചാണ്. അപ്പൊ അതിനെ നിങ്ങൾ അതിജീവിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വിജയം. എന്തുകൊണ്ടാണ് മോചിപ്പിച്ച്? യേശുവിന്റെ രക്തം കൊണ്ട്. അപ്പൊ യേശുവിന്റെ രക്തം കൊണ്ടാണ് തന്നെ പിശാചിന്റെ വലയത്തിൽ നിന്നും മോചിപ്പിച്ചു. So who you are now? You are a child of God. നീ ദൈവത്തിന്റെ പൈതലാണ്. പിശാചിൽ നിങ്ങളുടെ അധികാരമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ആരുടെ പ്രോപ്പർട്ടിയാണ്? നിങ്ങൾ ആരുടെ പ്രോപ്പർട്ടിയാണ്? യേശുവിന്റെ പ്രോപ്പർട്ടി. ഹല്ലേലൂയ. Not for sale. Not for sale. ഓക്കെ, വിൽക്കപ്പെടുവാനുള്ളതല്ല. കയ്യും കാലും വേദന പോയാ everything is okay. Praise the Lord. Hallelujah. 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 He will teach you in all things and bring you to the remembrance of all things that I serve you. ഞാൻ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരുന്നവനാണ് ആര്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എല്ലാം ഓർമ്മിപ്പിച്ച് തരും. He will remember you things. ഹല്ലേലൂയ. Praise the Lord. അതിനാണ് പറയുന്നത് ഭാഷാവരം, അന്യഭാഷ എന്ന് പറയുന്നത്. വേറെ വേറെ ഭാഷ, വേറെ വേറെ ഭാഷ. അന്യഭാഷ അല്ലെ? നമ്മൾ ഇന്നലെ പറഞ്ഞ മനസ്സിലായ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ മറന്നുപോയ കാര്യം നിങ്ങളെ പരിശുദ്ധാത്മാവ് മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങൾ ഒരു ഫയല് വെച്ചിട്ട് കാണുന്നില്ല, എവിടെയോ വെച്ചു, ഒരു രക്ഷയില്ല. 2 വർഷം മുമ്പ് വെച്ചതാണ്, എവിടെയാണ് ഒരു രക്ഷയില്ല. നിന്റെ ഉള്ളിൽ തന്നെ വരും കറക്റ്റ് സ്പോട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്ന ഫയലിൽ കൊണ്ട് നീ പോയി നോക്കുമ്പോൾ നിന്ന സാധനം ആ ഫയലിൽ. Holy Spirit is wonderful spirit. Okay? അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണിച്ചു തരും എവിടെയാണെന്ന് ആണ് പരിശുദ്ധാത്മാവ്. Praise the Lord. Hallelujah. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളൊരു വീട്ടിൽ തന്നെ ചെല്ലുകയെന്ന് വിചാരിച്ചു. നിങ്ങളൊരു വീട്ടിൽ തന്നെ ചെല്ലുക. തോമസ് നിങ്ങളെ ബന്ധു വീട്ടിൽ ക്ഷണിച്ചു. അപ്പോൾ നിങ്ങളുടെ ഭാര്യ വീട്ടിലിരുന്നു, വന്നില്ല, നിങ്ങളെ തന്നെ പോവുകയാണ്. നിങ്ങൾ പോയി ചെന്നപ്പോഴത്തേക്കും അവർ ചോദിക്കും, തന്നെയാണോ വന്നേ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് മറുപടി പറയും? എന്ത് മറുപടി പറയും? വാട്ട് വിൽ ബി റിപ്ലൈ? Where I go with my Holy Spirit. Hallelujah. I go with my Holy Spirit. Praise the Lord. So Holy Spirit, പരിശുദ്ധാത്മാവിനാണ് ആണ് നമ്മൾ നയിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നീ അവന്റെ ശക്തിയാണ് നിങ്ങൾക്ക് ധാരാളമായി ഇനി വേണ്ടത്. എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത്? ശക്തിയാണ്. അപ്പൊ ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു, നിന്റെ ആത്മാവിനെ നീ തുറക്കണം, എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ശക്തിയേറിയായിട്ട് നിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. യു ഓപ്പൺ യുവർ ഹാർട്ട്. അനുസരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് നല്ല കാര്യം പറഞ്ഞു തരുന്നവനാണ്. എന്റെ കൗൺസിലറാണ്. എന്നെ സഹായിക്കുന്നവനാണ്. എന്നെ ആശ്വാസം പകരുന്നവനാണ്.
ശക്തി പകരുന്നവനാണ്, ഉന്മേഷം പകരുന്നവനാണ്, ജ്ഞാനം പകരുന്നവനാണ്, എന്നെ നയിക്കുന്നവനാണ്, എന്നെ ഉപദേശിക്കുന്നവനാണ്, എനിക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. എന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി അവൻ സത്യം മാത്രം ചെയ്യും, സത്യത്തിലൂടെ എന്നെ നയിക്കും, വിജയം മാത്രം തരും. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഡിസൈൻ ചെയ്യപ്പെട്ടവനാണ് ഞാൻ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഡിസൈൻ ചെയ്യപ്പെട്ടവനാണ്. അതിനാൽ പരിശുദ്ധാത്മാവ് എന്റെ മനക്കരം പിടിച്ച് വെളിച്ചം നൽകി എന്നെ മുന്നോട്ട് തന്നെ നയിക്കുന്ന ദൈവമാണ്. എന്റെ രക്ഷകനാണ്, എന്റെ ആശ്വാസദായകനാണ്, എന്റെ അഡ്വക്കേറ്റാണ്, എന്റെ ഹെൽപ്പറാണ്, എന്റെ ജ്ഞാനം പകരുന്നവനാണ്. ഇപ്പൊ പറഞ്ഞു തന്നത് മുഴുവനും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആയി വരും. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് യൂട്യൂബ് ചാനലുണ്ട്? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചു ഉറക്കെ. പരിശുദ്ധാത്മാവേ, 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 യേശുവേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് ഭയങ്കര ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളിങ്ങനെ ജസ്റ്റ് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് കാണുന്നു. നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരമൊക്കെ പരിശുദ്ധാത്മാവിന്റെ അറിയും. കൗൺസിലിങ്ങിന് പോവാണോ? കൗൺസിലിങ്ങിന് പോവാണോ? ഓക്കെ. ഒരാൾ പോലും കൗൺസിലിംഗ് ഇരിക്കത്തില്ല അവിടെ. നമ്മളെ പയ്യന്നൂരാണെങ്കിൽ പയ്യന്നൂര് ടൈമുണ്ട്. എപ്പോഴാണ് കൗൺസിലിംഗ്? കൗൺസിലിംഗ് പകലാണ്. വൈകുന്നേരം നമ്മുടെ ടോക്കിന്റെ സമയത്ത് ഒന്നും കൗൺസിലിങ്ങിന് വേണ്ടിയാണ്. കാരണം വചനം പഠിക്കണം. ദൈവവചനമാണ് നമ്മളെ മാറ്റുന്നത്. ഹല്ലേലൂയ. കാരണം ഒരു കാര്യം പറയാം, നമുക്ക് നൂറ്റാണ്ടുകളായിട്ട് ഈ പള്ളികളിൽ, നമ്മുടെ പള്ളികളിൽ എന്റെയൊക്കെ വിദ്യപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബൈബിൾ അതിനെ തൊടിപ്പിക്കുന്നില്ല. ഇത് ബൈബിളാണെങ്കിൽ തോന്നുന്നു. ഇത് ബൈബിളാണോ? ബൈബിളാണോ? ബൈബിളല്ലേ? മുൻപ് വരും. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ വിശ്വാസികൾക്ക് ബൈബിൾ കൊടുത്തു തുടങ്ങിയത്. അവർക്ക് വായിക്കാൻ. അപ്പോൾ ആലോചിക്കുക, 4-ാം നൂറ്റാണ്ട് മുതൽ ബൈബിളില്ലായിരുന്നു. ബൈബിളുണ്ട്, പക്ഷെ ബൈബിൾ ഇങ്ങനെയല്ലായിരുന്നു. തോലിൻ്റെ ഇതിലായിരുന്നു. അച്ചടി വന്നത് എപ്പോഴാണ്? കുറേ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ പൂർവികരെയൊക്കെ മരിച്ച് എവിടെ പോയ ദൈവത്തിനറിയാം. ഓക്കെ, നമ്മൾ എന്തുമാത്രം ഭാഗ്യമുള്ളവരാണ്. നമുക്ക് അന്വേഷിച്ച് ദൈവത്തിന്റെ വചനം നമ്മളോട് നേരിട്ട് സംസാരിക്കുക. നമ്മൾ പുസ്തകം തുറക്കുമ്പോൾ, ബൈബിൾ തുറക്കുമ്പോൾ ദൈവവചനം നമ്മുടെ ഹൃദയത്തിനോട് സംസാരിക്കുകയാണ്. ദൈവമായി ഇതിന് സംസാരിക്കുന്നത്, കർത്താവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. The Lord is talking to you. അപ്പൊ ഏറ്റവും പ്രധാനം ദൈവത്തിന്റെ സംസാരമല്ല ഏറ്റവും വലുത്. ആണോ? ആണോ? പറ, നിങ്ങൾ പറ. ആണോ? ദൈവത്തിന്റെ സംസാരമല്ലേ ഏറ്റവും വലുത്. നമ്മൾ എന്ത് ചെയ്യണം? എന്നും രാവിലെ ഏറ്റവും ആദ്യം ന്യൂസ് പേപ്പർ വായിക്കരുത്. ഓക്കെ, ടി വി കാണല്, മൊബൈൽ ഫോൺ നോക്കല്. ഏറ്റവും ആദ്യം നിങ്ങൾ ബൈബിളാണ് വായിക്കുന്നത്. അത് മൊബൈലായിരിക്കും ഉള്ളത്, അല്ലെങ്കിൽ മറ്റേ ബാഗിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ പുസ്തകം ഉണ്ടാവും, എടുത്ത് വായിക്കുക. അപ്പൊ അന്ന് എന്താണ് നിന്നോട് സംസാരിക്കുന്ന ദൈവവചനം, അത് നീ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. അപ്പൊ എന്താണ് ധ്യാനം? ധ്യാനം 3 രീതിയിൽ. ഓക്കെ, ധ്യാനം ഒരു വചനം വായിച്ച് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാം.
മനസ്സിലിങ്ങനെ വായിച്ച് ചിന്തിക്കണം. രണ്ടാമത് ഒരു വചനമെടുത്ത് ഇങ്ങനെ ഉരുവിടുക, ഇങ്ങനെ നല്ല ശബ്ദം താഴ്ത്തി പറയണം. ഓക്കെ ഓക്കെ, ആ രീതിയിൽ. മൂന്നാമത്തെ രീതിയിൽ ഈ വചനം